തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഏറ്റുവാങ്ങിയ മുരളീധരൻ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്, എന്നെ പരാജയപ്പെടുത്തിയത് തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരാണെന്ന്. ആ സമയം മുങ്ങിയ, ഒളിവിൽ പോയ, കാണാനില്ലാതിരുന്ന പ്രതാപൻ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ വീണ്ടും തലപൊക്കുകയാണ്. അത് സുരേഷ് ഗോപിക്കെതിരെയാണ്. എങ്ങനെയെങ്കിലും തൻ്റെ മേൽ വീണ ആ ചീത്തപ്പേര് സുരേഷ് ഗോപിയിലേക്ക് ചാർത്തി കൊടുക്കാനാണ് കുറച്ച് നാളായി പ്രതാപൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ അതിനെതിരെ BJP നിയമപരമായി തന്നെ നേരിടാൻ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. കള്ളവോട്ടെന്ന് പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ് അല്ലേ? എന്തെങ്കിലും തെളിവ് വേണ്ടേ? അതെ, ഒരു തെളിവുമില്ലാതെ, ഒരു നിയമലംഘനവും നടത്താത്ത ഒരു വിഷയത്തിൽ ഈ പരാതി കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഒരു കള്ളപ്പരാതിയാണ്. അതായത് സുരേഷ് ഗോപി, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കള്, സഹോദരൻ്റെ ഭാര്യ തുടങ്ങിയവർ തൃശ്ശൂരിൽ വോട്ട് ചേർത്തു എന്നാണ് പറയുന്നത്. ശരിയാണ്, അവർക്ക് കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ വോട്ടുണ്ടായിരുന്നു. അവർ സുരേഷ് ഗോപിയോടൊപ്പം 6 മാസത്തിലധികം തൃശ്ശൂർ താമസിച്ച് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം അവിടെ കഴിഞ്ഞു. അങ്ങനെ അവർ സ്വാഭാവികമായിട്ടും അവരുടെ വോട്ട് തൃശ്ശൂരേക്ക് മാറ്റി. ഇപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് വിവാഹം കഴിച്ച് മറ്റൊരു ജില്ലയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു ജില്ലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ട്രാൻസ്ഫറായി മറ്റൊരു ജില്ലയിലേക്ക് പോകുന്നു. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും താൻ ഏത് ജില്ലയിലേക്കാണോ പോയത് ആ ജില്ലയിൽ വോട്ട് ചെയ്യാൻ ശ്രമിക്കും. അവിടെ വോട്ടേഴ്സ് ID കാർഡിൽ ഈ വോട്ടർ പട്ടികയെല്ലാം തയ്യാറാക്കി വരുന്ന സമയത്ത് വോട്ട് ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കും. അതിന് ഈ തൻ്റെ വോട്ടർ ID കാർഡ് വെച്ചുകൊണ്ട് ഇന്ന സ്ഥലത്ത് എനിക്ക് വോട്ടുണ്ടായിരുന്നു, ആ വോട്ട് എനിക്കിപ്പോൾ അവിടെ അസൗകര്യമുണ്ട്, അതുകൊണ്ട് ഇവിടെ വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ എൻ്റെ പേര് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കാറുണ്ട്. ആ അപേക്ഷ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ച് ന്യായമാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ വോട്ടവകാശം ഇങ്ങോട്ടേക്ക് അവരെവിടെയാണോ താമസിക്കുന്നത് ആ മണ്ഡലത്തിലേക്ക് മാറ്റിക്കൊടുക്കും. ഇതൊക്കെ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന ആ കാലം തൊട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ വകുപ്പുകളും ചട്ടങ്ങളും ഉണ്ട്. സുരേഷ് ഗോപി ഇവിടെ എന്ത് നിയമലംഘനമാണ് നടത്തിയത്? ഒന്ന് പറയും. ആരെങ്കിലും കള്ളവോട്ട് ചേർത്തോ? ആരെങ്കിലും കൊണ്ട് കള്ളവോട്ട് ചെയ്യിച്ചോ? അതോ രണ്ടിടത്ത് വോട്ട് ചെയ്തു? അതെ, രണ്ടിടത്ത് പറയും പോലെ ഭാര്യയും മക്കളും തിരുവനന്തപുരത്തും തൃശ്ശൂരും വോട്ട് ചെയ്തോ? സഹോദരനും ഭാര്യയും കൊല്ലത്തും തൃശ്ശൂരിലും വോട്ട് ചെയ്തോ? ഇങ്ങനെ എന്താണ് ഇവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്? അപ്പോൾ ഇതൊന്നും ഇല്ലാതെ, അതും പരാതി എവിടാണ് കൊടുക്കേണ്ടത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കൊടുക്കേണ്ടത്. ഇതുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടിരിക്കുകയാണ് പ്രതാപൻ. ഈ പ്രതാപൻ വളരെ കൃത്യമായിട്ടും പ്രതാപൻ അറിയാം അവിടെ തോക്കുമായിരുന്നു എന്ന്. കാരണം ആ 5 വർഷം 2019 മുതൽ 2024 വരെ മികച്ച പ്രകടനമാണ് കോൺഗ്രസും പ്രതാപനും തൃശ്ശൂരിൽ കാഴ്ചവെച്ചത്. തൃശ്ശൂരിലെ ജനങ്ങൾ ഒന്നടങ്കം വെറുത്ത ഒരു MP ആയി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന രാഷ്ട്രീയ എതിരാളികളുടെ ആക്ഷേപവും ആരോപണവും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. വളരെ കൃത്യമായിട്ട് ഇത് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടാണ് പ്രതാപൻ അവിടെ നിന്ന് മാറി നിന്നത്. അദ്ദേഹത്തിന് വീണ് കിട്ടിയ ഭാഗ്യം പോലെ K. മുരളീധരൻ വടകരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. കെ മുരളീധരൻ വടകര മത്സരിക്കാൻ തീരുമാനിച്ച് അവിടെ ചുവരെഴുത്ത് തുടങ്ങി. അതുപോലെ തൃശ്ശൂരിൽ TN പ്രതാപൻ ചുവരെഴുത്ത് തുടങ്ങി. കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാതെ, എന്തായാലും മത്സരിച്ചാൽ തോക്കും ഉറപ്പാണ്. അത് മറ്റാരെക്കാളും നന്നായിട്ട് TN പ്രതാപൻ അറിയാം. അപ്പോഴാണ് ഷാഫി പറമ്പിൽ വടകരയിൽ, കാരണം കോൺഗ്രസ്സിനൊരു മുസ്ലിം സ്ഥാനാർത്ഥി ഇല്ല എന്നൊരു ചീത്തപ്പേരുണ്ട്, അത് ഇടതുപക്ഷം ആയുധമാക്കും എന്ന് വന്നപ്പോൾ വളരെ പെട്ടെന്ന് പാലക്കാട് സ്ഥാനാർത്ഥി വലിയൊരു മുസ്ലിം വോട്ട് ബാങ്ക് തന്നെ, ഒരു വലിയ പാർട്ടി തന്നെ അവരോടൊപ്പം ഉണ്ടല്ലോ, മുസ്ലിം ലീഗ്. വിഴുങ്ങുകയല്ലേ ഇപ്പോൾ കോൺഗ്രസിന്? അല്ല, പക്ഷെ എങ്കിലും കോൺഗ്രസിന് ഒരു ചീത്തപ്പേര് വരികയല്ലേ? മതേതര പാർട്ടി എന്നുള്ള മതേതര പട്ടം നിലനിർത്തണ്ടേ കോൺഗ്രസ്? കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മുസ്ലിം സ്ഥാനാർത്ഥികൾ മാത്രമേ കാണുള്ളൂ എന്നുള്ള അവസ്ഥ വന്നേക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും ഇരിക്കട്ടെ. ഈ പറഞ്ഞതുപോലെ ഈ പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ നോമിനേഷൻ കൊടുപ്പിക്കുന്നു. സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് K. മുരളീധരനെ പിൻവലിച്ച് അദ്ദേഹത്തെ തൃശ്ശൂരേക്ക് പറഞ്ഞു വിടുന്നു. അദ്ദേഹത്തെ മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് പറഞ്ഞു വിടാമായിരുന്നു. തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാമായിരുന്നു, അത് ചെയ്തില്ല. ആറ്റിങ്ങൽ മത്സരിപ്പിക്കാമായിരുന്നു, അത് ചെയ്തില്ല. അവർ തൃശ്ശൂർ തന്നെ
കെ മുരളീധരനെ കൊണ്ടുവന്ന് നിർത്തി. അതിൻ്റെ പുറകിലും ഒരു ഗൂഢാലോചന പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുണ്ടോ എന്ന സംശയം കെ മുരളീധരൻ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, കെ മുരളീധരൻ അവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതാരാണ്? ടി എൻ പ്രതാപനാണ്. കെ മുരളീധരനെ സ്വീകരിക്കുന്നു, ഷാളണിയിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, വിയർപ്പ് തുടയ്ക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. എന്തൊക്കെയാണ് അവിടെ കണ്ടത്? ശരിയായ പൂരം നമ്മൾ അവിടെയാണ് കണ്ടത്. അങ്ങനെ കെ മുരളീധരനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. 8 നിലയിൽ പൊട്ടിക്കഴിഞ്ഞപ്പോൾ പ്രതാപനെ ആ വഴിക്ക് കാണാനില്ല. പ്രതാപനാണ് കെ മുരളീധരനോടൊപ്പം നിന്ന് വോട്ട് പിടിക്കാനും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും ഒക്കെ ഉണ്ടായിരുന്നത് ടി എൻ പ്രതാപനാണ്. മുൻ MP അല്ലേ? പക്ഷേ ആ പ്രതാപനെ തോറ്റു കഴിഞ്ഞപ്പോൾ പിന്നെ കാണാനില്ല. കെ മുരളീധരൻ പറയാതെ പറഞ്ഞു, എന്നെ തോൽപ്പിച്ചത് കോൺഗ്രസ് നേതാക്കളാണ്, എന്നെ തോൽപ്പിച്ചത് BJPയോ CPMോ ഒന്നുമല്ല, എന്നെ തോൽപ്പിച്ചത് കോൺഗ്രസ് നേതാക്കളാണ്. ഞാൻ തോറ്റതിൻ്റെ കാരണം ഈ തൃശ്ശൂരിലെ ചില നേതാക്കളാണ്. ആ നേതാക്കൾ ആണ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമൻ ടി എൻ പ്രതാപൻ തന്നെയാണ്. പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ അദ്ദേഹം. അങ്ങനെ പ്രതാപൻ വലിയ പ്രതിസന്ധിയിലും വലിയ പ്രതിരോധത്തിലുമായിരുന്നു. പാർട്ടിക്കുള്ളിൽ പ്രതാപനെതിരെ കലാപക്കൊടി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി വോട്ട് കച്ചവടവും ഈ വോട്ട് കവർച്ച, വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നത്. കിളിപോയിരിക്കുന്ന പ്രതാപനെ സംബന്ധിച്ച് ഇതൊരു പിടിവള്ളിയായി. ഉടനെ ചാടി വീണു. സുരേഷ് ഗോപി അവിടെ സഹോദരനെ കൊണ്ടുവന്നു, സഹോദരൻ്റെ ഭാര്യയെ കൊണ്ടുവന്നു, ഡ്രൈവറെ കൊണ്ടുവന്നു. സുരേഷ് ഗോപി താമസിക്കുന്നിടത്തല്ലേ സുരേഷ് ഗോപിയുടെ ഡ്രൈവറും താമസിക്കേണ്ടത്? അദ്ദേഹത്തിന് രാവിലെ ഇവിടെ നിന്ന് പോയി തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ വന്ദേ ഭാരതി കയറി 9:30 തൃശ്ശൂർ എന്ന് ഇറങ്ങി സുരേഷ് ഗോപിക്കൊപ്പം പിന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി ജോലി ചെയ്തിട്ട് തിരിച്ച് രാത്രി വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരാവുന്നതാണോ ഈ ഡ്രൈവർക്ക്? അപ്പോൾ ഡ്രൈവറും അവിടെ പോയി താമസിച്ച് അദ്ദേഹവും വോട്ട് അവിടെ ചേർത്തു. ഭാര്യ, മക്കൾ ഒക്കെ വോട്ട് ചേർത്തു. നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂരമ്പലത്തിൽ വെച്ച് നടന്നത്. അത് കേസ് കൊടുക്കുമോ? തിരുവനന്തപുരത്ത് താമസിച്ച സുരേഷ് ഗോപി മകളുടെ കല്യാണം ആറ്റുകാൽ അമ്പലത്തിൽ വെച്ച് നടത്തിയില്ല, പകരം ഗുരുവായൂർ കൊണ്ടുവച്ച് നടത്തി. ഇത് അനുവദിക്കാവുന്നതല്ല എന്നും പറഞ്ഞ് സുരേഷ് ഗോപിക്കും മകൾക്കും മരുമകനും ഒക്കെ എതിരെ കേസ് കൊടുക്കുമെന്നോ? അതിനും സാധ്യതയുണ്ട്. കോൺഗ്രസ്സുകാർ ചിലപ്പോൾ അതും ചെയ്തേക്കും. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ കെ മുരളീധരന് തിരുവനന്തപുരത്ത് വീടില്ലേ? അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നാൽ താമസിക്കുന്ന വട്ടിയൂർക്കാവ് MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഇവിടെയും വീടുണ്ടായിരുന്നല്ലോ, അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ വോട്ട് എവിടെയാണ് അപ്പം ചേർത്തത്? അദ്ദേഹം വടകര പോയി മത്സരിച്ചപ്പോൾ അദ്ദേഹം എവിടെയാണ് വോട്ട് ചെയ്തത്? ഈ ചോദ്യങ്ങളൊക്കെ നിൽപ്പുണ്ട്, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഇനി ടി എൻ പ്രതാപൻ്റെ പാർട്ടിക്കുള്ളിൽ തന്നെ എത്ര പേര് ഇങ്ങനെയൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്, എത്ര പേര് ഇതുപോലെ വോട്ട് ചേർത്തിട്ടുണ്ട്? ഇത് തിരഞ്ഞെടുപ്പ് എല്ലാം വരുമ്പോൾ എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്നതാണ്. ഇതൊരു നിയമലംഘനമല്ല. അവർ അവരുടെ പരമാവധി വോട്ടുകൾ ഒരു മണ്ഡലത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അവരവിടെ അതിന് 6 മാസം അവിടെ താമസിച്ചതായിട്ട് രേഖകൾ കാണിച്ചുകൊണ്ട് വോട്ട് ചേർക്കാനായിട്ട് ആ പ്രദേശത്ത് ചേർക്കാനായിട്ട് അവർ ശ്രമിക്കും. നമ്മളങ്ങനെ ചെയ്യുമല്ലോ. നമ്മൾ ഇപ്പോൾ കൊല്ലത്ത് നിന്ന് വിവാഹം ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നയാൾ തിരുവനന്തപുരത്ത് വോട്ട് ചേർക്കും. കാരണം ഏറ്റവും അവസാനം നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ അവിടെ പാലക്കാടാണ് താമസം. അദ്ദേഹത്തിന്റെ അമ്മയെല്ലാം അന്ന് പുതിയ വീട് വാങ്ങുകയോ വാടകയ്ക്ക് വാങ്ങുകയോ ചെയ്ത് അവിടെ താമസമാണ്. അല്ല, അത് സ്വാഭാവികമല്ലോ. ഒരു MLA ആ മണ്ഡലത്തിൽ തന്നെയല്ലേ താമസിക്കേണ്ടത്? അവിടുത്തെ ജനങ്ങളെ ജയിപ്പിച്ച് വിട്ടാൽ ആ ജനങ്ങളോടൊപ്പം അല്ലേ നിൽക്കേണ്ടത്? അതിലെന്താണ് തെറ്റ്? ഒരു സ്ഥാനാർത്ഥിയായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ട അവിടെ വോട്ട് ചേർക്കാം. അദ്ദേഹം ഇപ്പോൾ അവിടുന്ന് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ് 26-ൽ, അവിടുന്ന് മാറി വേറെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. പാലക്കാടേക്ക് ഷാഫി തിരിച്ചു വരും എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് പത്തനംതിട്ടയ്ക്ക് വരാൻ, അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ ഏതെങ്കിലും ഒരു പാലക്കാട് തന്നെ അയാൾ മത്സരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ വോട്ട് ചേർത്ത് കുടുംബത്തോട് അവിടെ വോട്ട് ചെയ്യാമല്ലോ. വോട്ട് ചെയ്യാം, അതും ചെയ്യാം. അതിനകത്ത് എന്താണ് നിയമലംഘനം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഈ പ്രതാപൻ ഈ പരാതിയുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോലീസിലൊക്കെ പോയിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയല്ലേ, ഈ BJPയെ പിടിച്ചു കെട്ടാൻ ഞാനേ ഉള്ളൂ കോൺഗ്രസ്സിൽ എന്ന് തെളിയിക്കാനാണ് അദ്ദേഹത്തിൻ്റെ വിഫലമായ ശ്രമം. അതിനു വേണ്ടിയിട്ടുള്ള പൊറാട്ട് നാടകങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മതേതരത്വം സംരക്ഷിക്കാൻ, BJPയുടെ വർഗീയതയെ ചെറുക്കാൻ, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖത്തു നോക്കി സംസാരിച്ച ഞാനേ ഉള്ളൂ എന്ന് തെളിയിക്കാനുള്ള തത്രപ്പാടിലാണ് ടി എൻ പ്രതാപൻ. ഇതൊക്കെ കുറേ കാലം മുമ്പ് ഇതൊക്കെ ഓടുമായിരുന്നു. ഇന്ന് ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും ശക്തമായ കാലത്ത്
എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, നിങ്ങളിത് ഏത് ലോകത്താണ്, ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഇതൊക്കെ നടക്കുന്നതാണോ? ഇന്നത് ജനങ്ങളും വോട്ടർമാരും ഇതൊന്നും അംഗീകരിച്ചു തരില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കോൺഗ്രസ് പടവലങ്ങ പോലെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരൂ. ജനം നിങ്ങളെ സ്വീകരിക്കും. ആ വിശ്വാസ്യത കളയാതെ മുന്നോട്ട് പോയാൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഏത് രാഷ്ട്രീയ നേതാവിനും അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം ഈ നെഗറ്റീവ് പൊളിറ്റിക്സുമായിട്ട് പോകുന്നത് ഒരു കൂട്ടർക്കും നല്ലതല്ല. അത് BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും ശരി, അവരെ ജനം ഇന്നല്ലെങ്കിൽ നാളെ തൂത്തെറിയും.